ഹലോ ഗായ്സ്, എൻ്റെ പേര് സിദാൻ. ഞാനൊരു പുതിയ വ്ളോഗ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ പേര് ഡിഗോങ് വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇടാനാണ് ഞാൻ അതിൽ പ്ലാൻ ചെയ്യണത്. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മളൊരു കമ്പത്ത് നമുക്ക് കുറച്ച് കൃഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാമും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ്. നമ്മളിപ്പോൾ മുണ്ടക്കയത്താണുള്ളത്. സമയം 6:15. നല്ല കോട ഉണ്ടാവണം ഇവിടെയൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ്. ഇതാണ് രാവിലത്തെ 6:30 ആയിട്ടുള്ള വ്യൂ. അങ്ങനെ സൺറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്നത്. നല്ല വ്യൂ ആണ് ഗൈസ്. നല്ല കോട. അപ്പോൾ നമ്മളിപ്പോൾ കുമ്പളി ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ലോവർ ക്യാമ്പ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 8 മണി ആവാറായി. ആൾക്കാരൊക്കെ പുറത്തിറങ്ങി വരുന്നത്.
ഇതാണ് നമ്മുടെ കമ്പത്തെ ഫാം ഹൗസ്. ഇത് നമ്മുടെ ഫാമിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പറയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പം ഫാമിലേക്ക് വന്നേക്കുവാണ്. വാഴക്കൃഷി. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വാഴക്കൃഷി. ഏകദേശം ഒരു 10-15 ഏക്കറോളം ഉണ്ട്. അതിൽ നമ്മളിപ്പം ഒരു 10 ഏക്കറോളം വാഴ ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി. ആദ്യം ഇതിനു മുമ്പ് മുളകായിരുന്നു ഇട്ടത്. മുളക് ഇട്ടിട്ട് അത് മെച്ചപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാഴ വെച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. വാഴയെല്ലാം വളർന്നിപ്പുണ്ട്. ഏകദേശം കുറച്ചൊക്കെ വെട്ടി വിറ്റ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ബാക്കി വാഴയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ വാഴക്കൃഷി. ഇവിടെ നിൽക്കുന്ന റോബസ്റ്റയാണ്. റോബസ്റ്റ ആണിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പുറത്ത് ഞാലിപ്പൂരൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ നമ്മുടെ വാഴ, റോബസ്റ്റ കൊല. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പത്തിന് ഉത്തമവാലയം സൈഡാണ് നമ്മുടെ ഈ സ്ഥലം. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ തക്കാളി ഇട്ടിരുന്നത്. തക്കാളി ഉണ്ടായിരുന്നു, കുറച്ചാൾ പോയി വെട്ടി വിറ്റേ ഉള്ളൂ. അടുത്ത ഒന്നും കൂടെ ഇവിടെ ഇട്ടിട്ട് ഒന്നും കൂടെ തക്കാളി ഇടാൻ പോവാം. അപ്പം ഇതാണ് സ്ഥലം. റോബസ്റ്റ വെച്ചിട്ടുണ്ട്. നല്ല ഇതൊക്കെ തന്നെയാണ്. കണ്ടോ അവിടെ റോബസ്റ്റൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വാഴ ഇതൊക്കെ ഇനി കുലയ്ക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഒരു സ്ഥലം. ഇപ്പോൾ വേറൊരു സ്ഥലം കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അത് ഇതിൻ്റെ അപ്പുറത്തുനിന്നൊരു 5-8 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അവിടെ ഇനി പുതിയ വിത്തിടണം. അതിപ്പോൾ ഈ അടുത്തെടുത്തേ ഉള്ളൂ. അപ്പം അവിടെ ഇനി പുതിയ വാഴ വിത്തിടണ്ട. അപ്പോൾ അവിടെ മുരിങ്ങയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മുളകിടാനൊക്കെയാണ് പ്ലാൻ. വാഴ, മുളക്, തക്കാളി, പിന്നെ മുരിങ്ങയുടെ ഇടയിൽ ഉള്ളി, അതൊക്കെ ഇടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകുന്നതാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കൃഷി സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇത് നമ്മുടെ ഒരു മുരിങ്ങയൊക്കെയാണ്. ഒരു മൊത്തം ഒരു 10-15 ഏക്കറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വാഴയൊക്കെ ഇടാൻ പോകുന്ന സ്ഥലമാണ്. അപ്പുറത്ത് കിളച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മുരിങ്ങ മരമാണ് ഇത് ഇരിക്കുന്നത്. മുരിങ്ങ ഇല എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് സ്പോട്ട്. ഇത് മൊത്തം ഒരു 10-15 ഏക്കർ സ്ഥലമുണ്ട്. ഒരു മുരിങ്ങ കുറച്ച് സ്ഥലത്ത് ഒരു 2-3 ഏക്കറിനകത്ത് മുരിങ്ങ നിൽപ്പുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് നമ്മളിത് എടുക്കും. ഇതാണ് നമ്മൾ വാഴ വയ്ക്കാൻ പോണ അടുത്ത സ്ഥലം. ഇവിടെ വാഴ മാത്രമല്ല, ഇവിടെ മുളക്,
മല്ലി ഇതെല്ലാം ഇടാൻ പ്ലാനുണ്ട്. അപ്പം അത് നിൽക്കണം ഇതാണ് മല്ലിയിലയാണ്, പുതിന മല്ലി. അങ്ങനെ ഗൈസ്, സൂപ്പർ സ്ഥലമല്ലേ, നല്ല അടിപൊളി സ്പോട്ടാണ്. ഇപ്പുറത്ത് മല്ലിയാണ്, ഇത് വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. നമ്മുടെ മല്ലിയില. ഒരു 10-60 ദിവസം കൊണ്ടൊക്കെ വളർന്നു വന്ന സാധനങ്ങളാണ്. ഇത് അടുത്ത് നമ്മളൊരു തെങ്ങുംതോപ്പാണിത്. ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട്, കരിക്ക്, തേങ്ങ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ കമ്പത്തെ കൃഷി വിശേഷങ്ങൾ. അപ്പം ഇപ്പം മൊത്തം നമ്മളിപ്പോൾ അവിടെ പുതിയ സ്ഥലത്ത് ഇപ്പോൾ വിത്തിടാൻ പോവാണ്. ആദ്യത്തെ സ്ഥലം ഞാൻ കാണിച്ചല്ലോ, മറ്റേ വാഴയൊക്കെ വെച്ചേക്കണം. അപ്പോൾ അവിടത്തെ ഇനി കുറച്ച് കൊലകൾ വെട്ടാനൊക്കെ ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.